أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون. സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, നാം ഓരോരുത്തരെയും നാം അറിയാതെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമേ എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, മുവഹ്ഹിദീങ്ങളിൽ ചേർക്കുകയും അങ്ങനെ തന്നെ ദുനിയാവിലെ ജീവിതം അവസാനിച്ചു പോകുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. എനിക്ക് നന്നാവാൻ സാധിക്കും എന്ന് പഠിപ്പിച്ചാണ് പരിശുദ്ധ റമളാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നത്. ഹറാമുകൾ കാണുകയും ചെയ്യുകയും അതിലൊക്കെ വല്ലാതെ അഭിരമിക്കുകയും ചെയ്തിരുന്ന ആളുകൾ ഒരു മാസക്കാലം അതിൽ നിന്നെല്ലാം മാറി അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള അവൻ്റെ ഭവനങ്ങളിൽ 5 നേരത്തെ ജമാഅത്തുകളിലായി, തറാവീഹ് നമസ്കാരങ്ങളിലായി, ഖിയാമുൽ ലൈലുകളിലായി, ഇഅ്തികാഫുകളിലായി തെറ്റുകളിൽ നിന്ന് മാറി ജീവിക്കാൻ ഇന്നലെ വരെ നമ്മൾ സന്നദ്ധരായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് നന്നാകാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ഏറെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രാവശ്യത്തെ റമളാനിൻ്റെ അവസാനത്തെ 10 ഖിയാമുൽ ലൈലിന് നമ്മുടെ പള്ളി നിറഞ്ഞ് പുറത്തു വരെ നിൽക്കാൻ ഗ്യാപ്പില്ലാത്ത രൂപത്തിൽ മുകളിലേക്ക് വരെ കയറി നിസ്കരിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതും അവസാനത്തെ എല്ലാ ദിവസങ്ങളിലും. നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ഒറ്റയിട്ട രാവിലായിരിക്കും ഈ തിരക്കുണ്ടാവുക എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. അള്ളാഹുവിന് എത്ര ശുക്ർ ചെയ്താലും മതിയാകാത്ത രൂപത്തിൽ അതിൽ 70% ഒരു 25 വയസ്സിൻ്റെ ഉള്ളിലുള്ള യുവാക്കളായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അർശിൻ്റെ തണൽ കിട്ടുന്ന 7 വിഭാഗത്തെ എണ്ണിയപ്പോൾ അള്ളാഹുവിന് വേണ്ടി, ഇബാദത്തുകൾക്ക് വേണ്ടി ജീവിതത്തെ ഒഴിഞ്ഞു വെച്ച യുവാക്കളെ പ്രത്യേകം അള്ളാഹു എണ്ണുന്നുണ്ട്. ഇതെല്ലാം തെളിയിക്കുന്നത് എന്താണ്? ആ പ്രായം എന്ന് പറയുന്നത് അധർമ്മങ്ങളിലേക്ക് കടന്നു പോകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അധർമ്മങ്ങളിൽ മുഴുകി മനസ്സ് ചത്തുകിടക്കുന്ന ഒരവസ്ഥയിൽ ഉള്ള പ്രായമാണ്. എന്നിട്ട് പോലും അൽഹംദുലില്ലാഹ്
മുതിർന്നവരും ചെറുപ്പക്കാരും കുട്ടികളുമൊക്കെയായി നമ്മുടെ പള്ളിയെ വെച്ച് മാത്രം പറയുകയാണെങ്കിൽ സജീവമായിരുന്നു നമ്മളെല്ലാവരും. റമദാനിൻ്റെ പകലിൽ ഭക്ഷണപാനീയങ്ങളും ഭാര്യ ഭർത്തൃബന്ധങ്ങളുമെല്ലാം നമ്മൾ മാറ്റിവെച്ചു. ഇതെല്ലാം അറിയിക്കുന്നത് നമുക്ക് മാറാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. സൂറത്തുൽ റഅദിന്റെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വന്തം മാറ്റത്തിന് തയ്യാറാകാത്തൊരു ജനതയെയും അല്ലാഹു മാറ്റൂല. എനിക്ക് നന്നാകണമെന്ന് എനിക്ക് തോന്നണം, ഞാനിനി അധർമ്മങ്ങളിലേക്കില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. ഒരു കാലഘട്ടത്തിൽ മക്കയിലെ പോക്കിരി എന്നറിയപ്പെടുന്ന ആളായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമറിൻ്റെ മാറ്റം മറ്റു സഹാബികളുടെ മാറ്റത്തേക്കാളൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് എന്താണ്? നാട്ടുകാർ പറഞ്ഞിരുന്നില്ലേ, ഉമറിൻ്റെ പിതാവിൻ്റെ പേര് ഖത്താബ് എന്നാണ്. അതുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നത്. ആ ഖത്താബിന് ഒരു കഴുതയുണ്ടായിരുന്നു, ഉപ്പാക്കൊരു കഴുതയുണ്ടായിരുന്നു. ആ കഴുത ഇസ്ലാം സ്വീകരിച്ചാലും ഉമർ ഇസ്ലാം സ്വീകരിക്കില്ല എന്നൊക്കെ നാട്ടിലൊരു സംസാരം ഉണ്ടായിരുന്നു. പക്ഷെ അത്ഭുതകരമെന്ന് പറയാം, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ 26-ാമത്തെ വയസ്സിലോ 24-ാമത്തെ വയസ്സിലോ ഉള്ള അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണം അറേബ്യയുടെ മണ്ണിൽ ദഅവത്ത് എന്ന് പറയുന്ന മഹാഭാരം ഏറ്റെടുത്ത് സൽപാന്താവിലേക്ക്, ആ വീതിയിലേക്ക് ഇറങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബത്തിനും ആശ്വാസത്തിൻ്റെ കുളിർക്കാറ്റായിരുന്നു ഉമറിൻ്റെ ഇസ്ലാം സ്വീകരണം. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് കാഴ്ചവെച്ചത് അത്ഭുതപൂർവമായ ജീവിതമായിരുന്നു. പാവപ്പെട്ടവർക്ക് വേണ്ടി ഉമറിൻ്റെ തല ഭൂമിയിൽ വെച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്നും ധിക്കാരികളുടെ തല കൊയ്യാൻ ഉമർ മടിക്കില്ല എന്നും ഉമറിൻ്റെ പ്രയോഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മാറ്റം നമ്മൾക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഒരു കാലഘട്ടത്തിൽ മരുഭൂമിയിലെ ചെന്നായ എന്നറിയപ്പെട്ടിരുന്ന ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ അൽ ബിദായ വൻ നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കോറിവെച്ച ശ്രദ്ധേയമായൊരു ചരിത്രമാണ് ഫുളൈൽ ഇബ്നു ഇയാദിൻ്റെ സംഭവം. അദ്ദേഹത്തെ മാറ്റി. അപ്പം മാറ്റം സാധ്യമാണ് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. ഒരു മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന എന്തെല്ലാം വ്യതകളും പ്രയാസങ്ങളും ഉണ്ടോ അതിനൊക്കെയുള്ള പരിഹാരം ദീനിലേക്കുള്ള മടക്കമാണ് എന്ന് തെളിയിച്ച മാസമായിരുന്നു റമദാൻ. കാരണം മുമ്പൊരിക്കലും ഇല്ലാത്തൊരു മനസ്സമാധാനവും ഒരു മനസ്സിൻ്റെ വല്ലാത്ത ഒരു ഏകീകരണവും ഒരു സ്വസ്ഥതയും നിർഭയത്വവും റമദാനിലൂടെ നമ്മൾ അനുഭവിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ സമാധാനം എന്ന് പറയുന്നത് എന്താണ്? തൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കുമ്പോഴാണ് സമാധാനം ഉണ്ടാവുക. എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഓക്കെയാണ് എന്ന് നമ്മുടെ മനസ്സ് പറയുന്നുണ്ടോ നമുക്ക് സമാധാനം ഉണ്ടാവും. അതിൽ വീഴ്ച വരുത്തിയോ നമ്മൾക്ക് സമാധാനം ഉണ്ടാവില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ അനുസരിക്കുകയും നമ്മൾ പൂർണ്ണമായി സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടത് റഹ്മാനായ റബ്ബിൻ്റെ കലാമും അതിൻ്റെ വിശദീകരണമായ ഹബീബിൻ്റെ വചനങ്ങളുമാണ്. ദീനിലേക്കുള്ള മടക്കമാണ് പരിഹാരമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഹബീബായ പ്രവാചകൻ പറയുന്നതായി ഞാൻ കേട്ടു, നേരിട്ട് കേട്ടതാണ്. ഇദാ തബായഅതും ബിൽ ഈന, നിങ്ങൾ ഈന എന്ന് പറയുന്ന കച്ചവടം നടത്തുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. ഈന എന്ന് പറഞ്ഞാൽ പരസ്പരം വഞ്ചിക്കുന്ന തരത്തിലുള്ള പലിശ ഇടപാടുകളാണ്. വഅഖൽതും അദ്നാബൽ ബഖർ, അതുപോലെ തന്നെ കന്നുകാലികളുടെ വാലുകളിൽ തൂങ്ങി നടക്കുന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ കൃഷിയിലും ഭൗതികാദ ആസക്തികളിലും ദുനിയാവിൻ്റെ പിറകിലുമായി നടക്കുന്ന കാലം എന്നാണ്. പശുക്കളുടെ വാല് പിടിച്ചാൽ നടക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം. മാത്രമല്ല വറളിയത്തും ബിസറ, അവരവരുടെ കൃഷി വിഭവങ്ങളിലും അവരുടെ സമ്പത്തിലും ആനന്ദം കൊള്ളുന്ന ഒരു കാലം, മറ്റൊന്നും അവർക്ക് ചിന്തയില്ല. വതറക്തുമുൽ ജിഹാദ്, ഒരു മനുഷ്യൻ അല്ലാഹു സൃഷ്ടിച്ചതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം ജിഹാദാണ്, ധർമ്മസമരമാണ്.
തൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത് ജിഹാദാണെന്ന് പഠിപ്പിച്ച മതം, തൻ്റെ സ്വന്തം നഫ്സിനോടുള്ള എന്തെല്ലാം ഇച്ഛകളും ഹവകളുമാണോ മനസ്സ് കൽപ്പിക്കുന്നത്, അതിനോടൊന്നും ഉത്തരം കൊടുക്കാതെ ഞാൻ ഇനി തിന്മകളിലേക്കില്ല എന്ന് മനസ്സിനെ കൊണ്ട് പറയിപ്പിക്കുന്നതും ജിഹാദാണ്. എന്നാൽ സായുധ സമര പോരാട്ടങ്ങളുടെ വീതിയിലേക്ക് ഇറങ്ങുന്നതും ജിഹാദാണ്. പല അർത്ഥങ്ങളുണ്ട് അതിന്. ആ ജിഹാദുകളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കും, ഭൗതികാസക്തികളുടെ കൂടെ നിങ്ങൾ കടന്നു പോകും. സല്ലല്ലാഹു അലൈക്കും ദുല്ലൻ, ആ കാലഘട്ടത്തിലായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ നിന്ദ്യത അവതരിപ്പിക്കുക എന്ന് പറയുകയാണ്. സമരം അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ജിഹാദ് കൈവടിയും അള്ളാഹു നിങ്ങളുടെ മേൽ ഒരു നിന്ദ്യത അധപ്പതനം ആവരണം ചെയ്യുന്നൊരു കാലം നിങ്ങളിലേക്ക് വരും. മറ്റൊരു ഹദീസിൽ പറഞ്ഞില്ലേ, തീറ്റക്കൊതിയന്മാർ ഭക്ഷണത്തളികയിലേക്ക് തുള്ളി വീഴും പോലെ നിങ്ങൾക്ക് മേൽ ശത്രുക്കൾ വീഴുന്നൊരു കാലഘട്ടം വരാനുണ്ട്. സഹാബികളുടെ ചോദ്യം, നബിയെ, അന്ന് ഞങ്ങളുടെ ആധിക്യം എണ്ണമില്ലാത്തത് കൊണ്ടാണോ, ഞങ്ങൾ മെജോറിറ്റി ഇല്ലാത്തത് കൊണ്ടാണോ? ഹബീബായ പ്രവാചകൻ പറഞ്ഞത് ബല്ലൻതും കസീർ, അന്ന് നിങ്ങളുടെ മെജോറിറ്റിയെ ഓവർടേക്ക് ചെയ്യാൻ ആരും ഉണ്ടാകില്ല എന്നാണ്. മുസ്ലിം ഉമ്മത്തുകൾ അന്ന് കുറേ ഉണ്ടാകും, പക്ഷേ മഴവെള്ളപ്പാച്ചിലിലെ ചപ്പ് ചണ്ടികളെ പോലെ, മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോകുന്ന കുമിളകളെ പോലെ ഒന്നിനും കൊള്ളാത്ത, എന്താ പറയാ, ഈമാനില്ലാത്ത, ആർജവമില്ലാത്ത, ഇസ്സത്തില്ലാത്ത ആളുകളായി നിങ്ങൾ മാറുന്നൊരു കാലഘട്ടം നിങ്ങൾക്ക് വരാനുണ്ട്. അന്നവരെ പിടികൂടിയ രോഗത്തിന്റെ പേരാണ് വഹൻ. ആ വഹൻ എന്ന് പറയുന്ന രോഗമുണ്ടാകാനുള്ള 2 വൈറസുകളാണ് ഹുബ്ബുദ്ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള അമിതമായ ഭ്രമം. ആ ഭ്രമത്തെക്കുറിച്ച് ആ പ്രവാചകൻ പറഞ്ഞത്, പശുക്കളുടെ വാല് പിടിച്ച് നടക്കുമെന്ന് പറഞ്ഞാൽ ഭൗതികാസക്തിയുടെ പിന്നാലെ മാത്രം നിങ്ങൾ പോകുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരാനുണ്ട്. അന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഏക മാർഗം ലാ യൻജിഉഹു ഹത്താ തർജിഉ ഇലാ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ മതത്തിലേക്ക് മടങ്ങാതെ നിങ്ങൾക്ക് രക്ഷയില്ല എന്നാണ്. ദീനിലേക്കുള്ള മടക്കം അത് നമുക്ക് അനിവാര്യമായി വേണമെന്ന് തെളിയിച്ച മാസമായിരുന്നു റമദാൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, യുവാക്കളെ, കുട്ടികളെ, മധ്യവയസ്കരെ, വാർദ്ധക്യത്തിലെത്തിയവരെ, എല്ലാവരോടും പറയാനുള്ളത് നന്മകൾ തുടർത്തുക. ഇന്നത്തെ ഈദ് ഖുത്ബയിൽ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ആയത്തായിരുന്നു വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിന്റെ തൊണ്ടക്കുഴിയിലേക്ക് മരണം വന്നെത്തുന്നത് വരെ. അല്ലാഹു നമ്മൾക്ക് തീരുമാനിച്ചൊരു മരണം ഉണ്ടാവുമല്ലോ, ആ മരണം വന്നെത്തുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുക എന്നാണ്. റമദാൻ എന്ന് പറയുന്നത് ഒരു സീസൺ മാത്രമല്ല, അത് ജീവിതകാലം മുഴുവൻ പാലിക്കേണ്ട ചിട്ടകളുടെ ഒരു പരിശീലന കളരിയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ഉപദേശം ചോദിച്ചു, നബിയെ ഔസീനി, എന്നെ ഒന്ന് ഉപദേശിക്കുമോ എന്നാണ്, എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം തരുമോ എന്നാണ്. ആ സമയത്ത് ഹബീബായ പ്രവാചകൻ പറഞ്ഞത് ആമൻതു ബില്ലാഹ്, മോനെ നീ റഹ്മാനായ റബ്ബിൽ വിശ്വസിക്കടാ, എന്നിട്ട് സുംബസ്തഖിം, നേരാവണ്ണം നീ നിലകൊള്ളു. അങ്ങനെ നേരാവണ്ണം നിലകൊണ്ട് മരണമെന്ന് പറയുന്ന മലക്കിന്റെ മുന്നിൽ കടന്നു കൊടുക്കുന്ന ഒരു സമയം വന്നെത്തിയാൽ അല്ലാഹു പറഞ്ഞ എന്താ? അവിടെയാണ് ഞാൻ ആദ്യം ഓതിയായത്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ആ ഇസ്തിഖാമത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾക്കാണ് സ്വർഗത്തിന്റെ സന്തോഷ വാർത്തയുള്ളത്. അങ്ങനെ ഇസ്തിഖാമത്തിൽ ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും കൂടുതൽ നന്നാക്കേണ്ട രംഗമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമാണ്. ജീവിതത്തിൻ്റെ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ നമ്മൾ നന്മകളിൽ വ്യാപൃതരായിരുന്നോ ഇല്ലേ എന്നല്ല അള്ളാഹു നോക്കുക, പിന്നെയോ അവസാന സമയം എങ്ങനെയായിരിക്കുമെന്നാണ്. ഇന്നമൽ അഅ്മാലു ബിഖവാതീം, പ്രവർത്തനങ്ങളുടെ അവസാനങ്ങളിലേക്കാണ് അള്ളാഹു നോക്കുക. ചരിത്രത്തിൻ്റെ ഇന്നലകളിലേക്ക് നമ്മുടെ കണ്ണോടിച്ചു നോക്കിയാൽ കഴിഞ്ഞു പോയ ഒരു വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹിബ്നു അബിസ്സർഹ് എന്ന് പറയുന്ന ഒരു വ്യക്തി. പ്രവാചകന്റെ കൂടെ സഹാബിയായി ജീവിച്ചിട്ടുണ്ട് ഒരു പിടികാലം, പിന്നീട് മുർത്തദ്ദായിപ്പോയി. പേടിക്കണം. ഒരു കാലഘട്ടത്തിൽ റമദാനിലും നന്മകളിലുമൊക്കെ സജീവമായിരുന്ന ആളുകൾ, എന്താണ് അതുകൊണ്ടൊക്കെ കാര്യം?
എന്താണ് ദീന് കൊണ്ട് കാര്യം? എന്ത് ദീൻ, എന്തല്ലാ, എന്ത് റസൂൽ എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ മൂക്കിൻ്റെ താഴെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നാളെ പിറ്റേന്ന് അവരെ പിഴപ്പിച്ച പിശാചി നമ്മളിലേക്കും വരും. കാരണം ഓരോ മനുഷ്യന്റെ ശരീരത്തിലും അവനുണ്ട്. അതുകൊണ്ട് അവസാനം നന്നാകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നല്ലോണം പ്രയത്നിക്കണം. ഞാൻ ഈ പറഞ്ഞ ആളാരാ? അബ്ദുല്ലാഹിബിൻ അബി സർഹാരാൻ, പ്രവാചകന്റെ വഹി എഴുത്തുകാരനായിരുന്നു. ആ വഹി എഴുത്തുകാരനായ ആ മനുഷ്യൻ തൻ്റെ സ്വന്തം ബുദ്ധിയിൽ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്ന വഹികൾ തലച്ചോറിൽ കയറ്റിവെച്ച് ആ സ്വന്തം ബുദ്ധിയിൽ അഹങ്കരിക്കുകയും മുഹമ്മദ് ഞാൻ പറയുന്നത് പോലെ മാറ്റി എഴുതാൻ കഴിവുള്ളവനാണ് എന്നൊക്കെ അല്ലേ, ആ രൂപത്തിലൊക്കെ സംസാരിക്കുന്ന ഒരവസ്ഥ വരെ അദ്ദേഹത്തിനുണ്ടായി. മനുഷ്യരെ കളിമണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് സൂറത്ത് മുഅ്മിനൂനിന്റെ 12 മുതൽ 16 വരെയുള്ള വചനങ്ങളുള്ള വിശദീകരിക്കുമ്പോൾ ആ ആയത്തിന്റെ വിഷയത്തിലാണ് അദ്ദേഹം അഹങ്കരിച്ചത്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ ത്വീൻ ثم جعلناه نطفة في قرار مكين ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر وتبارك الله أحسن الخالقين. ഈ ആയത്ത് അവതരിപ്പിച്ചു. വെള്ളത്തിൻ്റെ തുള്ളിയായി, രക്തത്തിൻ്റെ തുള്ളിയായി, മാംസത്തിൻ്റെ കട്ടയായി, പിന്നീട് അതിനെ എല്ലുകൾ കൊണ്ട് ആവരണം ചെയ്ത് ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ പ്രാപ്തിയെത്തി നിന്നെ മനുഷ്യനാക്കി മാറ്റിയെടുത്ത ആ റബ്ബ് തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഈ വചനത്തിൻ്റെ വിഷയത്തിലാണ് അദ്ദേഹം അഹങ്കരിച്ചുകൊണ്ട് മുർത്തദ്ദായി പോയത്. വലിഹിഖ ബിമക്കത്തി മുർത്തദ്ദൻ എന്നൊക്കെ പണ്ഡിതന്മാർ എഴുതി വെച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിക യുദ്ധങ്ങളിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയൊരു സഹാബിയുടെ കഥയുണ്ട്. റോമ എന്ന് പറയുന്ന ഭരണകൂടത്തിൻ്റെ കോട്ടയുടെ മുന്നിൽ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി കവചമൊരുക്കിയ സഹാബിയായിരുന്നു. പക്ഷേ ആ റോമൻ ചക്രവർത്തിമാരുടെ കൊട്ടാരത്തിൻ്റെ ആ സിറ്റൗട്ടുകളിൽ, വരാന്തകളിൽ ഉലാത്തിയിരുന്ന ഒരു സുന്ദരിയെ കാണുകയും അതിലേക്ക് ആകൃഷ്ടനായി വീണു പോവുകയും അവളെ പരിചയപ്പെടുകയും നിങ്ങൾക്ക് എന്നെ വിവാഹം കഴിക്കണമെങ്കിൽ മുഹമ്മദിൻ്റെ ദീനിനെ നിങ്ങൾ കൈവടിയണമെന്നും പിശാച് അദ്ദേഹത്തിനോട് അതിന് പ്രേരിപ്പിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ പിശാച് അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് അല്ലേ, പിശാച് അദ്ദേഹത്തെ പിടിവിടാതെ സമീപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹത്തോട് അവസാന കാലഘട്ടങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബികൾ ചോദിച്ചു, നിങ്ങൾക്ക് അന്ന് പഠിച്ച ഖുർആനിൽ ഹിഫ്ളിൽ എന്ന വല്ലതും ഓർമ്മയുണ്ടോ? പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. സത്യനിഷേധികളായ ആളുകൾ ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോകും, എന്ത്, ഞങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നുവെങ്കിൽ, മുസ്ലിമീങ്ങളെ മറ്റു മതസ്ഥർ നമ്മൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നല്ല, അതിലെ ആചാരങ്ങളും അതിലെ ഇളവുകളും നമ്മൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നല്ല മുസ്ലിമീങ്ങൾ ചിന്തിക്കേണ്ടതല്ല. കാഫറുകൾ ചിന്തിക്കുന്നുണ്ട്, എന്ത്, ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ ഒരു അംഗമാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് അബ്ദുള്ള അൽ ഖുസൈമി എന്ന് പറയുന്ന അബ്ദുൽ അസീസ് രാജാവിൻ്റെ സമകാലികനായ ഇസ്ലാമിക ലോകം കണ്ട ഒരു പണ്ഡിതനുണ്ടായിരുന്നു. ഖലഫാൻ, സലഫല്ല ഖലഫാൻ. ആ മനുഷ്യന്റെ ചരിത്രത്തിൽ കാണാം, ബഗ്ദാദിന്റെ മണ്ണിലെ നിസാമിയ യൂണിവേഴ്സിറ്റിയിൽ അറിയപ്പെട്ട സ്റ്റുഡൻ്റ് ആയിരുന്നു. ഷെയ്ഖ് ജീലാനിയൊക്കെ പഠിച്ച സ്ഥാപനമാണത്. അന്ന് അദ്ദേഹം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ദഅവത്ത് ചെയ്ത് അന്ധവിശ്വാസത്തിൻ്റെ അനാചാരങ്ങളുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം, അബ്ദുള്ള അൽ ഖുസൈമി. എന്നാൽ ആ മനുഷ്യൻ ആ പഠിക്കുന്ന വിദ്യാർത്ഥിയാകുന്ന കാലഘട്ടത്തിൽ തന്നെ ഖബറാരാധനക്കെതിരെ, ശിർക്കിനെതിരെ കിതാബ് എഴുതിയപ്പോൾ, ആ കിതാബ് പബ്ലിഷ് ചെയ്തപ്പോൾ അന്നത്തെ ഹറമൈനികളുടെ ഇമാമുമാർ ആ കിതാബ് പൊക്കിപ്പിടിച്ച് പ്രസംഗിച്ചിരുന്നവത്രേ അബ്ദുള്ള അൽ ഖുസൈമി സ്വർഗത്തിലേക്കുള്ള മഹർ നൽകിയിരിക്കുന്നു എന്ന്. അത്രമാത്രം ഘനഗംഭീരമായ കിതാബ് എഴുതി അബ്ദുള്ള അൽ ഖുസൈമി ഒരു നിരീശ്വരവാദിയുമായുള്ള സംവാദത്തിൽ ഏതോ ഒരു ചോദ്യം മനസ്സിലുടക്കിയിട്ട് പിശാച് റാഞ്ചിയെടുത്ത് 90-ാമത്തെ വയസ്സിൽ അബ്ദുള്ള അൽ ഖുസൈമി മരിക്കുമ്പോൾ കാഫിറാണ് പ്രിയപ്പെട്ടവരെ. അദ്ദേഹത്തെ തിരുത്താൻ പോയവരോട് വരെ ഇസ്ലാമിനെ പരിഹസിച്ചിറക്കി വിട്ടു അല്ലേ. ഇതാർക്കും സംഭവിക്കാം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പ്രാർത്ഥന അധികം ഉണ്ടാകട്ടെ നിലനിൽക്കാൻ വേണ്ടി. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഇതൊക്കെ ഇതിൽ ഉറച്ചു നിൽക്കാനുള്ള ദുആകളാണ്. അല്ലാഹു നമ്മെ ഈ ദീനിൽ മരണം വരെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. ഹക്കിൻ്റെ വഴിയിൽ ആർജവത്തോടെ സഞ്ചരിക്കാൻ,
അങ്ങനെ തന്നെ റബ്ബിൻ്റെ കോടതിയിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന സമയത്ത്, വിചാരണയുടെ സമയത്ത് എല്ലാ കാര്യങ്ങളും ക്ലിയറായി സിറാത്ത് പാലത്തിൻ്റെ മുതുകിലൂടെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മൾ അധ്വാനിച്ച്, നമ്മളെ വിശപ്പ് സഹിച്ച്, ദാഹം സഹിച്ച്, വൈകാരികതകൾ ക്ഷമിച്ച്, കണ്ണുകളെ നിയന്ത്രിച്ച്, ശരീരാവയവങ്ങൾ നിയന്ത്രിച്ച്, എല്ലാ അവയവങ്ങൾക്കും നോമ്പായിരുന്നു. അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തത്. റഹ്മാനായ റബ്ബ് നമ്മുടെ അധ്വാനത്തിന് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മുടെ നന്മകളിൽ റിയാഹ് പോലെയുള്ള, അതുപോലെ തന്നെ ഇഖ്ലാസിൻ്റെ കുറവ് മൂലമുള്ള വേറെ ഏതെങ്കിലും അപാകതകൾ നമ്മുടെ അധ്വാനത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ വന്നു പോകാമല്ലോ, മനുഷ്യരാണല്ലോ, അതെല്ലാം അള്ളാഹു ദൂരീകരിച്ച് നമ്മുടെ നന്മകൾ അഖിലം അള്ളാഹു പൂർണ്ണമായ നന്മകളായി കബൂലാക്കുമാറാകട്ടെ. ഏത് സമയത്താണോ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോകാനുള്ള വിധി നമ്മളിൽ എഴുതപ്പെട്ടിട്ടുള്ളത്, ആ സമയത്ത് ഖൽബുൽ സലീമിൻ്റെ ഉടമയായി, മുത്തുമയിന്നയായ ആത്മാവിൻ്റെ ഉടമയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് ഖബറിലേക്ക് എടുക്കുന്ന സമയത്ത് ഖദ്ദിമൂനി എന്ന് വിളിച്ചു പറയുന്ന ഒരു ആത്മാവിൻ്റെ ഉടമയായി തിരിച്ചു പോകാൻ പാപികളായ സാധുക്കളായ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു അർഹമായ അവസരങ്ങളും തൗഫീഖിനെയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് രോഗികൾ നമ്മുടെ നാടുകളിൽ കിടപ്പുണ്ട്. കുടുംബത്തിലുണ്ടാകാം, പരിചയത്തിലുണ്ടാകാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിലെ രോഗികൾക്ക് പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത വലിയ രോഗങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും, മുസീബത്തുകളിൽ നിന്നും റബ്ബ് നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ധാരാളം മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. പള്ളിക്കാടുകളുടെ ആറടി മണ്ണിൽ അമർന്നു കഴിഞ്ഞവരാണവർ. അള്ളാഹു അവരുടെ ഖബറിടം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെയും നമ്മെയും നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരിടം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകം പറയാനുള്ളത്, കഴിഞ്ഞ ഇന്നലകളിൽ വരെ നമ്മുടെ പരിശുദ്ധ റമദാനിൽ നമ്മുടെ നോമ്പ് തുറക്കും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വിശാലമായി സാമ്പത്തികമായി സഹായിച്ച ഒരുപാട് ആളുകൾ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. അല്ലാത്ത കുറേ പ്രവാസികൾ വേറെയുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അവരുടെ സമ്പത്തിൽ അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. സാമ്പത്തികതയുടെ കടബാധ്യതകളിൽ അകപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട ഒരു പിടി ആളുകൾ നമ്മുടെ ഈ തൗഹീദി കൂട്ടായ്മയുടെ ഉള്ളിൽ തന്നെയുണ്ട്. അള്ളാഹു അവരുടെ എല്ലാം കടക്കടിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനുള്ള പരിഹാര മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ജോലിയിലും സമ്പത്തിലും അള്ളാഹു നമുക്ക് ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.